ഗൈസ്, നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ കേരളത്തിൽ നല്ല രീതിയിൽ മഴ പെയ്യുന്ന ഒരു ടൈമാണ് ഇപ്പോൾ. പക്ഷേ ഇന്ന് രാവിലെ എണീച്ചപ്പോൾ ശരിക്കും നെട്ടിപ്പോയി. കാരണം വീടിൻ്റെ വീട്ടിലേക്കും വെള്ളം കയറിയിട്ടുണ്ടോ. കാരണം വീടിൻ്റെ സ്റ്റെപ്പ് വരെ വെള്ളം എത്തിയിരിക്കുകയാണ്. ഇത്രത്തോളമൊന്നും വെള്ളം ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇന്നലെ വൈകുന്നേരം 4 മണി മുതൽ നല്ല ശക്തമായിട്ട് മഴ പെയ്യൽ തുടങ്ങിയാണ്. അത് പിന്നെ നിന്നില്ല, അത് ഇപ്പോഴും മഴ പെയ്തുകൊണ്ടേ ഇരിക്കുകയുണ്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പ്രവാസികൾക്കൊക്കെ ആയിട്ടുള്ളവർക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ളൊരു വീഡിയോ ചെയ്തത്. അത് മാത്രമല്ല, രാവിലെ എണീച്ചേക്ക് ആകെ അത്ഭുതപ്പെട്ടു പോയി. കാരണം ഇന്നലെ ഒന്നും ഇത്ര വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ഇപ്പോൾ മുറ്റം പോലും കാണാത്ത രീതിയിലാണ് വെള്ളം കയറിയിരിക്കുന്നത്. അതുപോലെ തന്നെ അതേ ആ ഒരു കോയൽ കിണറൊക്കെ നോക്കി അത് ലാസ്റ്റ് 1 മാസമായിട്ട് അതിൽ നിന്ന് നല്ല രീതിയിൽ വെള്ളം ഇങ്ങനെ നിൽക്കാതെ വന്നുകൊണ്ടേ ഇരിക്കുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഇറങ്ങണമെങ്കിൽ തന്നെ ഇപ്പോൾ ഒരു വലിയ റിസ്ക്കാണ്. ഇത് ഇവിടെ നേരെ ഇറങ്ങുന്ന ഒരു തോട്ടിക്ക് ഇറങ്ങുന്ന പോലെയാണ്. നോക്കി ആ തെങ്ങിൻ്റെ ഒക്കെ കോലം നോക്കി നിങ്ങൾ. എന്തായാലും ഇവിടുന്ന് ഇറങ്ങിയിട്ടേ നമുക്ക് കണ്ട് ബാക്കൊക്കെ ചെന്ന് നോക്കി. ഞാൻ നിങ്ങൾക്ക് ഇവിടുത്തെ ഒരു സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ആ ഒരു തെങ്ങിൻ്റെ ഒക്കെ അവസ്ഥ നോക്കി നിങ്ങൾ. അതിൻ്റെ ഒക്കെ കാലോളം വെള്ളം കയറി. അതുപോലെ തന്നെ ഉമ്മ ഇവിടെ എന്തൊക്കെയാണ് കുഴിച്ചിടുകയായിരുന്നു. വേപ്പിൻ്റെ ഒക്കെ കുഴിച്ചിട്ടിരുന്നു. അതൊക്കെ ഇനി നോക്കുക പോലും വേണ്ട. ഇവിടെ എൻ്റെ ചെരുപ്പൊക്കെ ഉണ്ടായിരുന്നു, അതുപോലും കാണാമല്ലോ. അതൊക്കെ പോയിണ്ടാവും. ഇന്നലെ രാത്രി വെച്ചിട്ട് അങ്ങനെ വെള്ളത്തിൽ ഒലിച്ചു പോയി വന്നു. എന്തായാലും നമുക്ക് അവിടെ പോയി നോക്കിയോട്ടെ. അവിടെ അല്ലെങ്കിലും ഒന്ന് കുറച്ച് മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം വരുന്ന സ്ഥലമാണ് ബൈക്കിൻ്റെ അവിടെ. എന്തായാലും അവിടെ പോയി നോക്കട്ടെ, എന്താ അവസ്ഥ നോക്കിയോട്ടെ. എന്തായാലും നമുക്ക് പുറത്തിറങ്ങി നോക്കട്ടെ. നമ്മളെ ഈ ഒരു വീഡിയോ പ്രവാസികളൊക്കെ ആയിട്ടുള്ളവർക്ക് കാണുമ്പോൾ നല്ല സന്തോഷമാവുമെന്ന് കരുതിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് കേട്ടോ. നോക്കി ഇവിടുന്ന് ഇപ്പോൾ അവിടെ നടക്കാൻ പോലും പറ്റുന്നില്ല, അങ്ങനെ വെള്ളം ഇവിടുന്ന് ഒലിച്ചു വരുന്നത്. പോയി നോക്കട്ടെ, ഭാഗ്യത്തിന് ഇവിടുത്തെ സാധനമൊന്നും പറ്റില്ല. അയ്യോ, അവിടെ ഒരു ചാലുണ്ടായിരുന്നു. ആ ചാലിനാണ് മെയിനായിട്ട് വെള്ളം ഇങ്ങോട്ട് കയറുന്നത്. നോക്കി സ്റ്റെപ്പ് വരെ വെള്ളം കയറിയിട്ടാ. ഇനി കുറച്ചും കൂടി കയറി കഴിഞ്ഞാൽ സ്റ്റെപ്പ് നമുക്ക് കയറും. അയ്യോ, അവിടെ ഒക്കെ നോക്കിയേ. ഇങ്ങനെ ശരിക്കും ഒരു ചാലുണ്ട് കേട്ടോ, ഒരു ചെറിയ ചാലുണ്ട്. ആ ചാലിനാണ് മെയിനായിട്ട് വെള്ളം വരുന്നത്. അത് നേരെ വെള്ളം നിറഞ്ഞിട്ട് ഇതാ ഫുള്ള് ഇങ്ങോട്ട് കയറിയിട്ടാണ്. കാരണം ഈ ഒരു സൈഡിൽ കൂടെ ചാനൽ പോകുന്നുണ്ട്, ഈ കല്ലിൻ്റെ അപ്പുറത്ത് കൂടെ ചാനൽ പോകുന്നുണ്ട്. ആ ചാലിനാണ് കൂടുതൽ വെള്ളം ഇങ്ങോട്ട് കയറിയിരിക്കുന്നത്. ഇത് ഓക്കെ, ഇവിടുന്ന് ഇപ്പോൾ ആ ഒരു പാടൊക്കെ ഫുള്ള് വെള്ളമായിട്ട് തുടങ്ങി. എന്താ ഇത് അവിടുന്ന് വെള്ളം നേരെ അങ്ങോട്ട് കയറിക്കട്ടെ. നമ്മളെ ഫിഷ് ടാങ്കൊക്കെ ഇതാ ഇവിടെ ഇരിക്കുന്നത്. ഇനിയിപ്പോൾ അധികം കഴിയാതെ അതിന് മുകളിൽ വെള്ളം വരും, ഇങ്ങനെ മഴ പെയ്തുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ. ഇതൊക്കെ എന്തായാലും അങ്ങോട്ട് പോയോ കേട്ടോ. വണ്ടി കുഴപ്പമൊന്നുമില്ല, അവിടെ നിർത്തിയിട്ടുണ്ട്. അവിടെ വെള്ളം വന്നിട്ട് കേട്ടോ. എന്താ അവസ്ഥ എന്താ അറിയില്ല. ഇപ്പോൾ ഇതാ ഇവിടെ ഈ സ്റ്റെപ്പിൻ്റെ ഇതുവരെ കയറി. കുറച്ചും കൂടി കയറി കഴിഞ്ഞാൽ സ്റ്റെപ്പ് കയറും. ഇതൊന്നും കാണാൻ ഇന്നലത്തെ മഴയുടെ ശക്തി കാരണം ഇവിടെ മരമൊക്കെ വീണ് കിടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ബൈക്കിൻ്റെ അവിടെ അത്ര വെള്ളമൊന്നുമില്ല. നമ്മളെ പെരയുടെ മുറ്റത്ത് അത്ര വെള്ളം ഇവിടെ ഇല്ല കേട്ടോ. എന്തായാലും ഇനി കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടുന്ന് റോട്ടിലേക്കൊക്കെ ഇറങ്ങി നോക്കാം, എന്താ അവസ്ഥ നോക്കി നോക്കാം കേട്ടോ. ഇതിപ്പോൾ വെള്ളം പെരോട് ചാരിയിട്ടാണ് വെള്ളം വരുന്നത്. നോക്കി അവിടെ ഒരു ഭാഗത്തൊക്കെ ഫുള്ള് വെള്ളം മൊത്തം പെരയുടെ ഒരു മതിലോട് ചേർന്നിട്ടാണ് വെള്ളം വരുന്നത് കേട്ടോ. 4 ഭാഗവും. ആ ഒരു പാടത്തൊക്കെ ഫുള്ള് വെള്ളം വന്ന് കയറി തുടങ്ങിയിട്ടാണ്. കാരണം പാടത്തടക്കം വെള്ളം കയറിയിട്ട് ഇതാ നോക്കി ഈ ഒരു പോയിന്റ് വരെ എത്തി. കുറച്ചും കൂടി മഴ പെയ്ത് കഴിഞ്ഞാൽ ആ പാടത്തും കൂടി വെള്ളം ഇങ്ങോട്ട് വലിക്കും. അങ്ങനെയാണ്. അയ്യോ, ഗൈസ്, മഴക്ക് ഇപ്പോഴും ഒരു കുറവുമില്ല കേട്ടോ. നേരത്തെ പെയ്ത അതേപോലെ തന്നെ ഇപ്പോഴും പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്, നിൽക്കുന്നില്ല കേട്ടോ. നമ്മളിപ്പോൾ ഇതിന് മുന്നേ ഒരാഴ്ച മുന്നൊക്കെ കുറച്ച് മഴയൊക്കെ പെയ്ത ടൈമിൽ നല്ല മീനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ ടൈമിൽ കേട്ടോ നമ്മൾ ഈ ഒരു വല മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത്യാവശ്യം വലിയ ഹോൾസാണ്. അപ്പോൾ അതുകൊണ്ട് ചെറിയ മീനുകളൊന്നും അതിൽ കിട്ടില്ല. അതുകൊണ്ട് ഇവിടെ ആകെയുള്ള കുറച്ച് ചെറിയ മീനുകൾ ഉണ്ട് കേട്ടോ. ഇതിനൊക്കെ പോകുന്നത് കാണാം ഈ മുറ്റത്ത് കൂടെ.
ഇനി എന്താവോ അറിയില്ല. നല്ല രീതിയിൽ ഇപ്പോഴും മഴ ഇങ്ങനെ പെയ്തുകൊണ്ടേ ഇരിക്കാൻ കേട്ടോ. അയ്യോ, മയിലൊക്കെ അത് ആരും ആ നോക്കി, ഇതും ഫുള്ള് പുഴ പോലായി. അവിടെ നിന്നൊക്കെ തിരമാല അടിച്ച് കയറുന്ന പോലെ. ഗൈസ്, മഴ നിൽക്കും കരുതി മഴയുടെ ശക്തി വീണ്ടും ശക്തിയായിട്ട് പെയ്തുകൊണ്ടേ ഇരിക്കുകയുണ്ട. കാരണം നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളും കൂടുതൽ മഴയുണ്ട് അപ്പോൾ പെയ്തുകൊണ്ടേ ഇരിക്കുന്നത്. ഇതേ നോക്കി നല്ല ശക്തമായിട്ടാണ് ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നല്ലൊരു എന്താ പറയുക, നല്ലൊരു ഇരുട്ടായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ സമയം 8 മണി ആവാറായിരിക്കണം കേട്ടോ. 8 മണിയുടെ ആ ഒരു ടൈമിലൊരു എന്താ പറയുക, വെളിച്ചം കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ മഴ പെയ്തിട്ട് ആ ഒരു ഇരുട്ടായിട്ടുള്ളൊരു ഫീലാണ് ഉണ്ടാവും. നിങ്ങൾ നോക്കിയേ, ഇവിടെ പിന്നെയും വെള്ളം കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പം എന്താ, നമ്മൾ നേരത്തെ അവിടെ കണ്ടതിനേക്കാണ് സ്റ്റെപ്പ് ഒന്നുകൂടി കൂടിയിട്ടുണ്ട്. നമ്മൾ 1 മണിക്കൂറിന് ശേഷം എടുക്കുന്ന വീഡിയോ ഉണ്ടത്. ആ ഒരു സ്റ്റെപ്പിൻ്റെ അവിടുന്ന് ഒന്നും കൂടി വെള്ളം കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കി നോക്കാം എന്താവും എന്ത്. നമ്മളിത് ഇവിടെ പാടത്തേക്ക് വന്നാട്ടെ. ഇവിടെ നോക്കി നിങ്ങൾ, ഇവിടെയും നല്ല മുട്ടോളം വെള്ളം ഉണ്ട് കേട്ടോ. ഓ, ആ ഒരു ഭാഗത്തേക്കൊക്കെ മൊത്തം ഈ ഒരു രീതിയിൽ തന്നെ അവിടെ ഫുള്ള് ഈ ഒരു വെള്ളം തന്നെ കയറി. ഈ വരുന്ന ചാലിൽ നല്ല രീതിയിൽ മീനുകളൊക്കെ ഉണ്ടാവുന്ന കേട്ടോ. അപ്പോൾ നമ്മൾ രാത്രി മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇതൊരു വല മേടിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സാധനം ഇപ്പോൾ മേടിച്ച് കൊടുക്കുന്നത് ഇതാ. സമയം ഇപ്പോൾ 10 മണിയായിട്ടുണ്ട്. എപ്പോഴും മഴക്കൊരു കുറവുമില്ല. സോ എന്തായാലും നമ്മൾ വീഡിയോ വിളിച്ച് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, ബൈ ഗൈസ്.